നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. വാർത്താസന്ധ്യയിലേക്ക് വിശദമായി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 നിന്ന് 400 രൂപ കൂട്ടി 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം പ്രതിമാസം 1000 രൂപ കൂട്ടി. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, വലിയ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു വൈകുന്നേരമാണിത്. മുഖ്യമന്ത്രി ഈ PM ശ്രീ വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എങ്കിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്ത് അദ്ദേഹം പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ മാത്രവുമല്ല, നിലവിലെയുള്ള ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളിൽ വലിയ വർധനവ് ഇക്കാര്യത്തിൽ വരുത്തി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ പുതിയ പദ്ധതികൾ വരുന്നു, മറ്റു പല പദ്ധതികൾക്കും മാറ്റം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ക്ഷേമ പെൻഷൻ 2000 ആക്കി ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. നേരത്തെ 1600 രൂപയാണെങ്കിൽ 400 രൂപ ഉയർത്തിയത് 2000ലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നു. ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തുമെന്ന LDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രഖ്യാപിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. അതിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി, അത് ഈ സാമൂഹ്യക്ഷേമ പദ്ധതി ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്ഫോമർ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞക്കാർഡ്, മുൻഗണനാ വിഭാഗം, പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം. 31.34 ലക്ഷം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. പ്രതിവർഷം 3800 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചെലവിടും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. രണ്ടാമത്തേത് യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പാണ്. അതായത് ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്റ്റൈപ്പൻഡ് പ്രഖ്യാപനമാണ്. അതിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. പ്രതിവർഷം കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള +2, ITI, ഡിപ്ലോമ, ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരായ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പുതിയ പ്രഖ്യാപനം. അതിനുവേണ്ടി പ്രതിമാസം 6000 കോടി രൂപ സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കുടുംബശ്രീ ADSകളുടെ പ്രവർത്തന ഗ്രാന്റ് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനവും ഇന്ന് വന്നിരിക്കുന്നു. അതും 1000 രൂപ നൽകി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രതിവർഷം 23.4 കോടി രൂപ ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട 3 പദ്ധതികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. അടുത്തത് ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. സാമൂഹ്യ പെൻഷനുകളുടെ കാര്യത്തിൽ 1600 രൂപയായി ആയിരുന്നത് 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000ലേക്ക് എത്തിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. പ്രതിവർഷം ഏകദേശം 13000 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ നീക്കിവെക്കുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തീരുമാനമായി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, പെൻഷൻകാർക്കുള്ള DA, DR എന്നിവയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അതിൽ ഈ കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രഖ്യാപിച്ച മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം തന്നെ 1 ഗഡു DA, DR കൂടി അനുവദിക്കുന്നതിനായി പ്രഖ്യാപിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മുൻ ഗഡുക്കളിൽ 2%, 3% അനുവദിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 4% നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനോടൊപ്പം നൽകും എന്നുള്ള കാര്യം, ശമ്പളം പെൻഷനോടൊപ്പം നൽകുന്നുള്ള കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. അടുത്തത് ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചുള്ള കാര്യമാണ്. അതും 1000 രൂപയാക്കി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഡ്രസ് ചെയ്തുള്ള പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. അത് ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. PMC പദ്ധതി പുനഃപരിശോധിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ 7-അംഗ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ തുടർ നടപടികൾ നിർത്തിവെക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖേന അറിയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായ 7-അംഗ ഉപസമിതിയിൽ K രാജനും P പ്രസാദും അംഗങ്ങളാണ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞ വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്
ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷന്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും 1800 ആക്കിയേക്കും എന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു. വാസ്തവത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോട്ട് പറഞ്ഞു, എത്രയാണെന്ന് പറയുന്നില്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു വർക്ക് 1 മാസമെങ്കിലും ആയിട്ട് ഞങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പൊ 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പൊ ഇതുപോലെ മറ്റു ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന. നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോടും പറഞ്ഞു, 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെട്ടിക്കുറവിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ ചെലവ് 30,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെന്റിന്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പൊ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അതിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇപ്പോ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക? നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പം ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ തന്നെ പറയും, നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തകനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെന്റ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പൊ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾ കടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്, ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ്. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങളുടെ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ശ്രീത്തെ. അപ്പൊ അടുത്ത ഇതിന്റെ കാര്യങ്ങൾ ഇതിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത കാര്യം വരുന്നതല്ലേ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്, നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും ഒരു 10,000 കോടി കുറയില്ല. മന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ധനവകുപ്പ് ഈ നടപടിയിലേക്ക് കടക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്.
നമ്മൾ നേരത്തെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലായിരുന്നു നിന്നിരുന്നത്. ആർ ശ്രീജിത്ത് അതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒടുവിൽ ആ ഉപസമിതി വന്നിരിക്കുന്നു, മുഖ്യമന്ത്രി അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ, ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വിവരങ്ങൾ ശ്രീജിത്ത്. ഉന്മേഷ്, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ച നടപടി പുനരവലോകനം ചെയ്യാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. CPIയുടെ ആവശ്യം പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പദ്ധതിയുമായി പുനരവലോകനം ചെയ്യുന്നത് വരെ ഈ പദ്ധതി ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതാനും മന്ത്രിസഭ തീരുമാനിച്ചു. അതും CPIയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നടപടിയാണ്. ഈ പദ്ധതി പുനരവലോകനം ചെയ്യാനായി 7-അംഗ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചു. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ CPIM-ൽ നിന്ന് V. ശിവൻകുട്ടിയായിരിക്കും ഈ ഉപസമിതിയുടെ കൺവീനർ. ഇതോടൊപ്പം അദ്ദേഹത്തിനൊപ്പം നിയമമന്ത്രി P. രാജുവും അംഗമായിരിക്കും. CPI-ൽ നിന്ന് 2 മന്ത്രിമാർ ഉപസമിതിയിൽ അംഗങ്ങളാണ്. ദിനസ്വകക്ഷി നേതാവായ K. രാജനും കൃഷിമന്ത്രി P. പ്രസാദും മറ്റ് AK. ശശീന്ദ്രനും K. കൃഷ്ണൻകുട്ടിയും ഈ ഉപസമിതിയിൽ അംഗങ്ങളായിരിക്കും. ആകെ 7 പേരടങ്ങുന്ന ഉപസമിതിയാണുള്ളത്. ഇവർ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഈ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നവരെ ഈ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതും. ആ ആവശ്യം പരസ്യപ്പെടുത്തണം, കത്തെഴുതുന്ന കാര്യം പരസ്യപ്പെടുത്തണമെന്നുകൂടി CPI ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ CPIയുടെ ആവശ്യം പരിഗണിച്ച് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് കുറച്ചെങ്കിലും പുറകോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമായി, CPIM നിർബന്ധിതമായി. അതിന്റെ തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചത്. എന്തായാലും CPIയുടെ രാഷ്ട്രീയ വിജയമായി തന്നെ ഇതിനെ കാണാം. CPI എടുത്ത കർശന നിലപാടാണ് ഇത്തരമൊരു ധാരണാപത്രത്തിൽ നിന്ന് അല്പം അത് മരവിപ്പിക്കാൻ എങ്കിലും സർക്കാർ തയ്യാറായത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി പരിമിതമായ മറുപടി പറഞ്ഞുള്ളൂ. തനിക്ക് മറുപടികൾ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇക്കാര്യങ്ങളിലൊന്നും താൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതെന്ത് സർക്കാരാണ് എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ചോദ്യത്തെപ്പറ്റി നമ്മൾ ഉന്നയിച്ചു. നിങ്ങൾക്കല്പം രസിച്ചിട്ടുണ്ടാവും ആ ചോദ്യം ഉത്തരമൊക്കെ, എങ്കിലും ഞാനിപ്പോൾ അതേപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ഉന്മേഷ്, ശരി. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. LDF-നെയും സർക്കാരിനെയും പിടിച്ചുലച്ച PMC വിവാദത്തിൽ ഇന്ന് തലസ്ഥാന നഗരം വേദിയായത് തിരക്കിട്ട കൂടിയാലോചനകൾക്കാണ്. AKG സെന്ററിലും MN സ്മാരകത്തിലും മാരത്തൺ ചർച്ചകളാണ് നടന്നത്. സമീപകാലത്ത് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച ഉദ്വേഗഭരിതമായ മണിക്കൂറുകൾക്ക് ശേഷമാണ് സമവായം. മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കിയാണ് അതിരാവിലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്തെത്തിയത്. മന്ത്രിസഭായോഗത്തിനു മുൻപേ പ്രശ്നപരിഹാരത്തിന് AKG സെന്ററിലും MN സ്മാരകത്തിലും കൂടിയാലോചനകൾ. 9:30 മുഖ്യമന്ത്രിയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും CPIM ആസ്ഥാനത്ത്. MN സ്മാരകത്തിലും ചൂടുപിടിച്ച ചർച്ചകൾ. ബിനോയ് വിശ്വവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബുവും MN സ്മാരകത്തിലെത്തി. ഇതിനിടെ CPI സമ്മർദ്ദത്തിന് CPIM വഴങ്ങിയെന്ന സുപ്രധാന വിവരം 24-ലൂടെ കേരളം അറിഞ്ഞു. പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് നൽകുന്ന കത്തിന്റെ കരടിൽ MN സ്മാരകത്തിലും ഡൽഹി അജോയ് ഭവനിലും CPI നേതാക്കളുടെ ചർച്ച. CPI മന്ത്രിമാർ കൂടി MN സ്മാരകത്തിൽ. പിന്നാലെ CPI നേതാക്കൾ AKG സെന്ററിലേക്ക്. തർക്കത്തിലെ മഞ്ഞുരുക്കം. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അജോയ് ഭവനിലെ യോഗത്തിന് ശേഷം CPI ജനറൽ സെക്രട്ടറി D. രാജ വ്യക്തമാക്കി. 3:30 CPI മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്കെത്തി. PMC പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചതോടെ വിവാദത്തിന് താൽക്കാലിക വിരാമം. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം കൂട്ടിയെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും എന്നാണ് അവരുടെ നിലപാട്. 1000 രൂപ കൂട്ടിയത് എത്രയോ ചെറുതാണ്. ആവശ്യപ്പെട്ടത് 21,000 രൂപയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുഖ്യമന്ത്രി അംഗീകരിച്ചെന്നും ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം. 133 രൂപ, ഒരു 33 രൂപയും കൂടെ വർദ്ധിപ്പിച്ച് 263 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരെ തുച്ഛമാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വിഷമമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ ഇത് ഈ 1000 രൂപ എന്ന് പറയുന്നത് 263 ദിവസം ഞങ്ങൾ ഈ തെരുവിലിരുന്ന് നേടിയെടുത്തതാണ്. ആ അർത്ഥത്തിൽ അത് ഞങ്ങളുടെ ഒരു സമരത്തിന്റെ വിജയം തന്നെയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തുടർ നടപടികൾ ആലോചിക്കുന്നതിന് സർവകക്ഷി യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. അടുത്ത മാസം 5-ന് വൈകിട്ട് 4 മണിക്കാണ് യോഗം. അതേസമയം എതിർപ്പ് അവഗണിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. എതിർപ്പ് അവഗണിച്ചും കേരളത്തിൽ SIR നടപ്പാക്കുന്നതിന്റെ 2ാം ഘട്ട നടപടികളുമായി
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ്. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നു ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ LDFും UDFും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയിലെ ഒരു അംഗവുമാണ്. അവർക്ക് പറ്റുന്നയാളെ ഇലക്ഷൻ കമ്മീഷനാക്കി പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാൻ SIR എന്ന ഓമന പേരിട്ട് ഒന്ന് കൊണ്ടുവന്നു. ഇതൊരു സാഡിസ്റ്റ് മനോഭാവമാണ്, ജനങ്ങളെ ദ്രോഹിക്കുക. ഇത് കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പ്രഖ്യാപനമാണ്. പൗരത്വ നിയമം കൊണ്ടുവരാനുള്ള ഒരു പിൻവാതിൽ നടപടിയാണ്. ആവശ്യം തള്ളിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേരളത്തിൽ SIR വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് മറുപടി നൽകി. ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് 9th ഡിസംബർ ആണ്. ആ സമയത്ത് EROമാർക്ക് ഒരു റോളും ഉണ്ടാവില്ല. നമ്മൾ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് തിരിച്ചെടുക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അത് BLOമാരാണ് ചെയ്യാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR നടപ്പാക്കണമെന്ന തീരുമാനത്തെ BJP പിന്തുണച്ചു. സമയം നീട്ടുന്നതിന് നിയമപരമായി മുന്നോട്ടു പോകുന്ന കാര്യം ആലോചിക്കുമെന്ന് CPIMും കോൺഗ്രസും വ്യക്തമാക്കി. കേരളത്തിൽ SIR നടപ്പാക്കാനുള്ള തീരുമാനം ശക്തമായി എതിർക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി MPയും പറഞ്ഞു. 24 തിരുവനന്തപുരം. SSLC +2 പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-നും +2 പരീക്ഷകൾ മാർച്ച് 6-നും ആരംഭിക്കും. ഫലപ്രഖ്യാപനം മെയ് മാസത്തിൽ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. രാവിലെ 9:30-നാണ് പരീക്ഷകൾ ആരംഭിക്കുക. മൂല്യനിർണ്ണയം ഏപ്രിൽ 7 മുതൽ 25 വരെ നടത്തും. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് നടത്താനാണ് ആലോചന. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 27-ന് അവസാനിക്കും. 2-ാം വർഷ പരീക്ഷ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. SSLC പരീക്ഷകൾ 2026 മാർച്ച് 5-ന് ആരംഭിച്ച് മാർച്ച് 30-ന് അവസാനിക്കും. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷം മുതൽ 9-ാം ക്ലാസ് വരെ വാർഷിക പരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കും. 24 തിരുവനന്തപുരം. വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനമായ റഫാലിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാല വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ പോർവിമാന യാത്ര. റഫാലിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. രാവിലെ അംബാല വ്യോമസേനാ താവളത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. തുടർന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സർവ്വസൈന്യാധിപ റഫാൽ കോക്പിറ്റിലേക്ക്. മിനിറ്റോളം നീണ്ട യാത്രയിൽ രാഷ്ട്രപതി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷിയും റഫാൽ വിമാനത്തിന്റെ മികവും അടുത്തറിഞ്ഞു. ഫ്രഞ്ച് നിർമ്മിത 4ാം തലമുറ പോർവിമാനമായ റഫാൽ 2020-ൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ശേഷം രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരുന്നു. 2023-ൽ അസമിലെ തേസ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് രാഷ്ട്രപതി സുഖോയ് 30 MKI പോർവിമാനത്തിലും പറന്നിരുന്നു. മുൻ രാഷ്ട്രപതിമാരായ APJ അബ്ദുൽ കലാം, പ്രതിഭാ പാട്ടീൽ എന്നിവരും സുഖോയ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 24 ഡൽഹി. മോൻത ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറി. ഇന്നലെ അർദ്ധരാത്രിയോടെ തീരം തൊട്ട ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. തകർത്തു പെയ്ത മഴയിൽ 21 ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 2000 കോടി രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിനുണ്ടായത്. 1.5 ലക്ഷത്തോളം ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ഒഡീഷയിലെ തീരജില്ലകളിലും നാശനഷ്ടങ്ങളുണ്ടായി. തെലങ്കാനയിൽ 15 ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട കോർ കമ്മിറ്റിയെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. ജയസാധ്യത മാനദണ്ഡമാക്കി മാത്രമാകണം സ്ഥാനാർത്ഥി നിർണയമെന്ന് നേതൃത്വം നിർദ്ദേശം നൽകി.
തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ KPCCയോ രാഷ്ട്രീയകാര്യ സമിതിയോ വിളിക്കുക പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കോർ കമ്മിറ്റിയെ ഏകോപന ചുമതല ഏൽപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, KPCC മുൻ അധ്യക്ഷന്മാർ എന്നിവർ കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാകും. KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗം മുറ പോലെ നടക്കുമെങ്കിലും അവയ്ക്ക് മുകളിൽ അനൌദ്യോഗിക സമിതിയായി ഇത് പ്രവർത്തിക്കും. പാർട്ടി ജയിക്കും മുൻപേ മുഖ്യമന്ത്രിയാകാൻ ചിലർ മത്സരിക്കുന്നുവെന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ഇന്നലെ ചിലർ പരാതി ഉന്നയിച്ചിരുന്നു. പരാതികൾ പരിഗണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ പാർട്ടിക്ക് മുഖ്യമന്ത്രി മുഖം ഉണ്ടാകില്ലെന്നും നേതാക്കൾ ഐക്യത്തോടെ പോകണമെന്നും സംസ്ഥാനത്ത് ജയം ഉറപ്പാക്കണമെന്നും സംയുക്ത യോഗത്തിൽ നിർദ്ദേശിച്ചു. 24 ഡൽഹി. എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുമായി കരാറില്ലെന്ന് GCDA. ചുറ്റുമതിൽ നിർമ്മിക്കാനാണ് അനുമതിയോടെ മരം മുറിച്ചത് എന്ന് ചെയർമാൻ K. ചന്ദ്രൻപിള്ള. അതേസമയം വിവാദത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. സ്റ്റേഡിയം നവീകരണത്തിന് 70 കോടി ചിലവുണ്ടെന്നാണ് സ്പോൺസറുടെ വാദം. എന്നാൽ ആ കണക്കിനെ കുറിച്ച് അറിവില്ലെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസറും തമ്മിലുള്ള കരാറിനെ കുറിച്ചും അവ്യക്തത തുടരുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട്. അത് രേഖാപരമാണ്. സ്പോൺസർക്ക് GCDA കൈമാറിയിട്ടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. സ്റ്റേഡിയം നവീകരണത്തിലെ അഴിമതി മറക്കാനാണ് മെസ്സി വരുമെന്ന പ്രചരണം നടത്തിയെന്ന് കോൺഗ്രസ് MP. ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? വിവാദങ്ങൾക്കിടയിൽ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ GCDA ഓഫീസിൽ പ്രതിഷേധിച്ചു. GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപ് CPIM പ്രതിനിധികളുടെ യോഗം CPIM ജില്ലാ നേതൃത്വം വിളിച്ചു ചേർത്തിരുന്നു. സ്റ്റേഡിയം വിവാദം രാഷ്ട്രീയമായി നേരിടാനാണ് CPIM തീരുമാനം. 24 കൊച്ചി. ഡോക്ടർ APJ അബ്ദുൽ കലാം കേരളീയം പുരസ്കാരം 24ന് മികച്ച റിപ്പോർട്ടറായി 24 ചീഫ് റിപ്പോർട്ടർ മനീഷ് മഹിവാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള പിറവി ദിനത്തിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പുരസ്കാരം വിതരണം ചെയ്യും. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന നിയമസഭാംഗം മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് നൽകുന്ന അംഗീകാരമാണ് കേരളീയം പുരസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.